ടർക്കിഷ് തർക്കം. ആരുടെ ഈ പടത്തിന് പേരിട്ടെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പടത്തിന്റെ പ്രൊമോഷന് വേണ്ടി ആദ്യം ഒരു തർക്കം, ഒരു ഫൈറ്റ്, ഒരു വെർബൽ സ്പാറ്റ് പ്ലസ് ഒരു കയ്യാങ്കളിയുടെ ഒരു ഫേക്ക് സീനൊക്കെ സണ്ണി വെയിനും പിന്നെ ഈ ലുക്മാൻ അവറാനും കൂടി ക്രിയേറ്റ് ചെയ്യിപ്പിച്ച് സിനിമാക്കാർ ഇതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി ഇടുകയും പിന്നെ ലേറ്റർ ഓൺ അതൊരു പ്രൊമോഷൻ്റെ സാധനമൊക്കെ ആയിട്ട് അത് ഒരുപാട് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്ത് അതുമുതൽ തുടങ്ങിയതാണ് ടർക്കിഷിലെ തർക്കം. ഓക്കെ, അപ്പോൾ ടർക്കിഷ് തർക്കം ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് താൽക്കാലികമായിട്ട് പിൻവലിച്ചിരിക്കുകയാണ്. ജനം ടി വിൻ്റെ ഒരു പോസ്റ്റ്. ഇസ്ലാമിക മതമൗലികവാദികളുടെ ഭീഷണി, ഒപ്പം നിൽക്കാൻ അഭിപ്രായ സ്വാതന്ത്ര്യവാദികളുമില്ല, ടർക്കിഷ് തർക്കം തിയേറ്ററുകളിൽ നിന്നും പിൻവലിച്ചു. ഇസ്ലാമിക മതമൗലികവാദികൾ. ജനം ടി വിക്ക് പിന്നെ ഇങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അടിച്ച് കയറ്റുമല്ലോ. ഈ പടം ഇറങ്ങി എനിക്ക് തോന്നുന്നു 1-2 ദിവസം കൊണ്ട് റണ്ണിങ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്ററൊക്കെ എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് പല ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പടം കാണാൻ പറ്റിയില്ലേ. കാരണം സൂക്ഷ്മദർശിനിയും ഇത് ഒരു ദിവസം ഇറങ്ങിയപ്പോൾ ഞാൻ സൂക്ഷ്മദർശിനി പോയി കണ്ടു. അതും ബാംഗ്ലൂർ ട്രാവലിൻ്റെ ഇടയിൽ നിന്ന് ചാടി ഇറങ്ങി വൈകിട്ട് പോയിട്ടാണ് ഞാൻ സൂക്ഷ്മദർശിനി കണ്ടത്. വെരി നെക്സ്റ്റ് ഡേ ബാംഗ്ലൂർ മാച്ചായിരുന്നു. കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നാട്ടിലെത്തി. പിന്നെ നെക്സ്റ്റ് ഡേ കൊച്ചി പോകണം, ഷിയാസിൻ്റെ കല്യാണം, NRDൻ്റെ കല്യാണം. ഞാൻ ട്രാവലിംഗ് ആയിരുന്നു. ഈ സിനിമേൻ്റെ പ്രൊഡ്യൂസർ എന്നോട് പടം ബ്രോ ഒന്ന് കാണുമോ, ഞങ്ങളിത് തിയേറ്ററിൽ നിന്ന് വലിക്കാൻ പോവുകയാണ്, ചില പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്, ഓക്കെ, കുറച്ച് കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പറയുന്നുണ്ട് ആളുകൾ. സോ നമ്മൾ മാക്സിമം ഈ പടം തിയേറ്ററിൽ വെക്കില്ല, നമ്മൾ വലിക്കും, അതിന് മുന്നേ നിങ്ങളിതൊന്ന് കണ്ടു വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പേഴ്സണലി ഒരു റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പെരുമ്പാവൂരുള്ള സമയത്ത് ഒരു ദിവസം രാത്രി ഷിയാസിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് രാത്രി 9:15 അവിടുത്തെ EVM സിനിമാസ്, ഇഫ് ഐ എം നോട്ട് റോങ്, അവിടെ ഷോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പടം കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ശ്രീ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പടം കാണാൻ. BBയിൽ ശ്രീ ചേച്ചി എൻ്റെ ഒപ്പമായിരുന്നു. അപ്പോൾ ശ്രീ ചേച്ചി അഭിനയിച്ച സിനിമയാണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പടം കാണാൻ പറ്റിയില്ലേ. പക്ഷെ ഇപ്പം ഇങ്ങനൊരു സംഗതി ഇത്രത്തോളം കത്തിപ്പിടിച്ച് വരാൻ ഇതൊരു പ്രൊമോഷൻ ടാറ്റിക്സ് ആണോ, ഒരു പ്രൊമോഷൻ തന്ത്രമാണോ? സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പൊതുവെ ആൾ കുറവാണ്, വളരെയധികം ശോകമാണ് ടർക്കിഷ് തർക്കത്തിൻ്റെ ആളുകൾ. തിയേറ്ററിൽ ആളില്ല എന്നുള്ളൊരവസ്ഥ തന്നെയാണ്. അപ്പം അങ്ങനെ ഇരിക്കും. അഭിപ്രായം നല്ലത് വരുന്നു, കണ്ടവർ നല്ല അഭിപ്രായം പറയുന്നുണ്ട്, പക്ഷെ കാണാൻ ആളില്ല. അതാണ് സീൻ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ടർക്കിഷ് തർക്കം ഇതൊരു പ്രൊമോഷൻ ഗിമിക്കാണോ? ഇവിടെ ഞാൻ പല പ്രൊമോഷൻ ഗിമിക്കുകളെ കുറിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം വിസിബിളി നോക്കുന്ന സമയത്ത് ലൈക്ക് ഇപ്പോൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഈ സാധനങ്ങൾ കാണുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഇതൊരു പ്രൊമോഷൻ ഗിമിക്കായിട്ട് തന്നെയാണ് ഫീൽ ആവുക. കാരണം ഓൾറെഡി ഈ സിനിമയുടെ ഇനീഷ്യൽ സ്റ്റേജിൽ അവർ അങ്ങനെ ഒരു ഫേക്ക് ഫൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊമോഷൻ വെച്ചതുകൊണ്ട് ഇതും ഇവരെ സൈഡിൽ നിന്നൊരു, കാരണം ഇപ്പോൾ സിനിമ തിയേറ്ററിൽ ഓടുന്നു, പെട്ടെന്ന് കുറേ മതം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ് പടം നിർത്തിവെക്കുന്നു തിയേറ്ററിൽ. പിന്നെ അത് വീണ്ടും റിലീസ് ചെയ്യുന്ന സമയത്ത് കുറേ പേരിപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇതിൻ്റെ പെർട്ടിക്കുലർ ട്രെയിലറിന് ഇതിൻ്റെയൊക്കെ അടിയിൽ ഈ പടം കണ്ടേ പറ്റൂ. ഇപ്പം എനിക്ക് തന്നെ പേഴ്സണലി ഈ പടം എന്തുകൊണ്ട് മിസ്സായി എന്നുള്ളൊരു ഏർജ് വന്നു ഈ പടം കാണാനുള്ള. അപ്പോൾ ഇതൊരു പ്രൊമോഷണൽ ഗിമിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിലും ആളുകൾക്ക് എടുക്കാം. അങ്ങനെ എടുക്കുന്ന ആളുകളെ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. ഓക്കെ, അവർക്ക് എടുക്കാം, അത് ഡെഫിനറ്റ്ലി. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും ഒരു പ്രൊമോഷൻ ഗിമിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആണെന്നുള്ള രീതിക്കേ എടുക്കും. ഓക്കെ, അപ്പോൾ ഇനി VT ബൽറാമിൻ്റെ ഒരു പോസ്റ്റിൽ നിന്നാണ് കുറച്ചൊക്കെ കത്തി തുടങ്ങിയത്. ടർക്കിഷ് തർക്കം എന്ന പേരിൽ ഒരു സിനിമ റിലീസ് ചെയ്ത് വിവരം അറിഞ്ഞിരുന്നില്ല, അതിനെക്കുറിച്ച് എന്തെങ്കിലും തർക്കമോ വിവാദമോ ഉണ്ടായതായും അറിഞ്ഞിരുന്നില്ല, അതിൽ മതനിന്ദ ആരോപിച്ച് ഏതെങ്കിലും അറിയപ്പെടുന്ന വ്യക്തികളോ സംഘടനകളോ രംഗത്തെത്തിയതായും ഭീഷണി മുഴക്കിയതായും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ സിനിമയെ വിമർശിച്ചുകൊണ്ടുള്ള ഓരോ പോസ്റ്റും ടൈം ലൈനിൽ ഒരു പോസ്റ്റും ടൈം ലൈനിൽ കണ്ടിരുന്നില്ല. മതനിന്ദ ആരോപിച്ച് ആരൊക്കെയോ സംവിധായകനെയോ നിർമ്മാതാവിനെയോ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിൽ സിനിമ തിയേറ്ററുകളിൽ നിന്ന് താൽക്കാലികമായി പിൻവലിക്കുകയാണത്രേ. ഇങ്ങനെയൊരു പരാതി പോലീസിന് മുമ്പിൽ വന്നിട്ടുണ്ടോ, അതിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നതിലും വ്യക്തതയില്ല. ഏതായാലും സംഘ് പരിവാർ മാധ്യമങ്ങൾക്ക് ഇത് വലിയ ആഘോഷമാക്കി തുടങ്ങിയിട്ടുണ്ട്. ശരിയാണ്, ജനം ടി വിൻ്റെ പോസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം, അത് ഇവന്മാർ ആഘോഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. തിയേറ്ററിൽ പൊളിഞ്ഞു പോയേക്കാവുന്ന അല്ലെങ്കിൽ അതിനോടകം പൊളിഞ്ഞു കഴിഞ്ഞ ഒരു സിനിമ രക്ഷപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണോ ഈ മതനിന്ദ വിവാദവും ഭീഷണി ആരോപണങ്ങളും താത്കാലികമായ പിൻവലിക്കലുമെല്ലാം എന്ന് ജ്ഞാനമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമായുള്ള സംഗതിയാണ്, ശുദ്ധ നെറികേടാണ്, അങ്ങേയറ്റം അപകടകരമായ പ്രവണതയാണ്. ഇസ്ലാമോഫോബിയയ്ക്ക് ഇന്ന് ലോകത്തും ഇന്ത്യയിലും നല്ല മാർക്കറ്റുണ്ട്. ഈ അടുത്ത കാലത്തായി കേരളത്തിലും അതിൻ്റെ വിപണി മൂല്യം കൂടി വരികയാണ്. തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും
അവർക്കെതിരായ സാധാരണ ജനങ്ങളുടെ വോട്ടിനെ വർഗീയതയുടെ കളത്തിൽ ഉൾക്കൊള്ളിച്ച് ന്യായീകരണ ക്യാപ്സ്യൂളുകൾ കൊണ്ടുക്കുന്ന കാലമാണ്. കച്ചവട താല്പര്യങ്ങൾക്കായി സിനിമയ്ക്കൊരു ഇതും സാധ്യതയായി കാണുന്നത് ഈ നാടിന് താങ്ങാനാവില്ല എന്ന് പറഞ്ഞുള്ള VT ബൽറാമിൻ്റെ ഒരു സംശയം. കറക്റ്റാണ്. ഞാൻ VT ബൽറാമിന് ഒരിക്കലും ഞാൻ തെറ്റ് പറയില്ല. കാരണം ഇങ്ങനൊരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി എന്നുള്ളതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാവും മെജോറിറ്റി ആളുകൾ. ഓക്കെ, അന്ന് ഈ പറഞ്ഞ സണ്ണി വെയിനും ലുക്മാൻ അബ്രാനും കൂടി ഉണ്ടായിരുന്ന ഒരു ഫൈറ്റ് വീഡിയോയും അത് റിയാക്ഷൻ ചാനലുകളും ട്രോൾ പേജുകളൊക്കെ എടുത്ത് സംസാരിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതിന് ശേഷം ഇപ്പുറം ഈ പടത്തിനെ കുറിച്ചിട്ട് ഒരു തരത്തിലുള്ള സോഷ്യൽ മീഡിയ ടോക്കും ഇല്ല. ആ സാഹചര്യത്തിൽ പിന്നെ ആരാണ് ഇതിൻ്റെ സംവിധായകനെയും പ്രൊഡ്യൂസറെയും ഭീഷണിപ്പെടുത്തി എന്നുള്ള ചോദ്യമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പടം കാണാൻ വന്ന് പറഞ്ഞ് സംസാരിച്ച ആ ഒരു കാഷ്വൽ ബന്ധം ഞങ്ങൾ തമ്മിൽ കുറച്ച് ഈ ഒരു 1-2 ദിവസമായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടപ്പോൾ ഞാൻ വിളിച്ചു. കാരണം ഇവരെ പത്രസമ്മേളനം കണ്ടു, ഇവർ സംസാരിച്ചത് കണ്ടു, VT ബൽറാമിൻ്റെ പോസ്റ്റ് കണ്ടു. ഞാൻ വിളിച്ചു ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു കുറേ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു. അതൊരു പേഴ്സണൽ സംഗതിയാണ്. ഓക്കെ, അത് എനിക്കറിയില്ല. അത് മാത്രം ജസ്റ്റിഫൈ ചെയ്തിട്ട് അവർക്ക് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇന്ന റീസൺ കാരണമാണ് ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഈ പടം വലിക്കുന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെ, അതങ്ങനെയല്ല. അത് മെജോറിറ്റി ആളുകൾക്കും അത് ഡൈജസ്റ്റ് ആവില്ല. ഇപ്പം എന്നോട് ഇൻ പേഴ്സൺ പറയുമ്പോൾ ഞാനും തിരിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് ഭീഷണിപ്പെടുത്തിയത്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഭീഷണി വന്നത്? അപ്പോൾ അവർ പറയുന്ന സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആസ് എ ഹ്യൂമൻ ബീങ് ചിലപ്പോൾ വന്നിരിക്കുക എന്നുള്ള തോന്നലുള്ളൂ. ബട്ട് ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കാൻ മാത്രമുള്ള ഒരു വലിയ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയിട്ടില്ല. അവർ മേ ബി ചിന്തിക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവാതെ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യാണ് എന്നുള്ളതായിരിക്കും. ബട്ട് സ്റ്റിൽ ആസ് എ കോമൺ മാൻ പ്രമോഷൻ ഗിമിക്കായിട്ട് ഇത് ആരും എടുക്കൂ? അങ്ങനെ എടുക്കാൻ പറ്റൂ. ഓക്കെ, ടു ബി ഹോണസ്റ്റ് അങ്ങനെ പറ്റൂ. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. ഇതിൻ്റെ ടീം വന്നിട്ട് ഈ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുക എന്ന് പറയുന്നതിൻ്റെ പോർഷൻ ഞാനിവിടെ പ്ലേ ചെയ്യാം. പിൻവലിക്കുന്ന ആൾക്കാർക്ക് അതെ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ അതിനകത്ത് കുറച്ച് ഡയലോഗ്സുകൾ ആണ് അവരൊന്ന് പറഞ്ഞത് നമ്മുടെ അടുത്ത്. ഡയലോഗ്സുകൾ അവർ പ്രകടിപ്പിക്കുന്നു എന്നുള്ള സാധനമാണ്. ഒരു സിനിമ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്യും. ഇത് അങ്ങനെ കണക്കാക്കിക്കൂടെ? അതോ അതിനും അപ്പുറമായതുകൊണ്ടാണ് ഇത് പിൻവലിക്കാനുള്ള ഇതിലേക്ക് എത്തിയത്? അതിനും അപ്പുറം പോകരുതെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ. കാരണം നിങ്ങൾ പറയുന്നതിൽ ഒരു ക്ലാരിറ്റി വരുന്നില്ല. അതായത് ഇപ്പൊ നിങ്ങളും ഇതിന്റെ എല്ലാ ആൾക്കാരെയും റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങളൊരു ഷോ തന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഇതെന്താന്ന് വെച്ചാൽ കാണാത്ത ആൾക്കാരാണ് കരുതുന്നത് ഇതിനകത്ത് എന്തോ സംതിങ് അവർക്ക് അല്ലെങ്കിൽ എതിരായിട്ടുള്ള സംഗതികൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നത് ഞങ്ങൾ നിഷേധിക്കും. ആക്ച്വലി എങ്ങനെ വ്യക്തി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആക്ച്വലി ഞങ്ങളത് ഒരു ജാറം എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ജാറം എന്ന് പറഞ്ഞൊരു ആരാധനാ സംഭവം ഉണ്ട് അതിനകത്ത്. ജാറം എന്ന് പറഞ്ഞാൽ ഇല്ല, നമ്മളിത് അത്രയും അങ്ങോട്ടൊന്നും പോണ്ടെന്നുള്ളതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. പ്ലീസ്. എന്താണെന്നറിയോ, അതൊക്കെ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെ ഇത് സെൻസർ ബോർഡിന് നമ്മുടെ ആസ് പെർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രശ്നമില്ലാത്ത സംഭവങ്ങൾ ചിലപ്പോൾ ചില സമുദായങ്ങൾക്ക് അവരുടെ കടന്നുകൂടിയ എന്തെങ്കിലും ആചാര ഇതുകളിൽ അവർക്ക് ഭയങ്കര ഇതായിട്ടുള്ള സംഭവമായിരിക്കും. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിന്റെ എന്താന്നുള്ളത്. പക്ഷെ അത് അങ്ങനെ നമ്മൾ അതിനെ എതിർത്ത് പറഞ്ഞേക്കണ ഇതൊന്നുമല്ല. അതൊരു കഥാ പശ്ചാത്തലം അതായതുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവർ ഈ പറയുന്നതിൽ തന്നെ ഒരു കാര്യങ്ങളില്ല. നമ്മളൊരു സിനിമ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡീൽ ചെയ്യുന്ന കഥ എന്താണ്, നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാൻ പോകുന്ന സ്റ്റഫ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായുള്ള ബോധ്യം ഉണ്ടാവും അല്ലേ. അപ്പം ഇവർ പടം എടുക്കുന്ന സമയത്ത് ഇവർക്ക് അറിയാം ദേ ആർ ഡീലിംഗ് വിത്ത് എ ഫയർ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. ഓക്കെ, ഒരു മതത്തിനകത്തുള്ള ആചാരങ്ങളും അതിൻ്റെ കടന്നുകൂടലുകളും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് സേ ജാറം, ഇവർ ഈ പറഞ്ഞ യൂസ് ചെയ്ത വേർഡ് അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇവർക്ക് പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ പറ്റി, അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റി, സെൻസർ ചെയ്യാൻ പറ്റി. അത് തിയേറ്ററിൽ വരുമ്പോൾ അത് ആളുകളിൽ നിന്ന് ശക്തമായ എതിർപ്പോ അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ളൊരു സ്ഫോടനം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ റിമൂവ് ഇറ്റ്. അപ്പോൾ ഈ സൊസൈറ്റി ആരും ഈ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഇരിക്കുന്ന പത്രപ്രവർത്തകരനെ അവരോട് ചോദിക്കുന്നുണ്ട്,
വൈ എന്തുകൊണ്ട് റിമൂവ് ചെയ്തു? ഇപ്പം ഞാനും ഈ വ്യക്തിയായിട്ടുള്ള പേഴ്സണൽ കോളിൽ ഞാൻ അതാ ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് റിമൂവ് ചെയ്തു? ലൈക്ക് കുറേയൊന്നും ലൈക്ക് ഓക്കെ ഫൈൻ, ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, ആസ് എ ഹ്യൂമൻ ബീങ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, പേഴ്സണൽ തിങ്സ്. അല്ലാത്ത പക്ഷം ഇത് ഇത്ര കോടി രൂപ 6 കോടി രൂപ 5 കോടി രൂപ മുടക്കിയ ഒരു പടം എന്നാണ് അവർ പറയുന്നത്. അങ്ങനത്തെ ഒരു സിനിമ ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ്ലി നിന്ന് പോകരുത്, അല്ലെങ്കിൽ ഇനി OTT സൈഡിൽ നടക്കാതിരിക്കരുത് എന്നുള്ളത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇനി വലിയൊരു ഇഷ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടാന്ന് തോന്നിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഇറ്റ്സ് എ പ്യുവർ പ്രൊമോഷണൽ ഗിമിക്ക്. ഓക്കെ, സോ ഇവരുടെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇവരുടെ ക്ലാരിറ്റി എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇതിൽ ക്ലാരിറ്റി ഒട്ടുമില്ല. ഓക്കെ, ഒട്ടുമില്ല, ഒരു തരത്തിലും ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നത്. ആൻഡ് ഇൻ എ വേ ഈ ചർച്ചയാവുന്നത് പോലും ഈ സിനിമയ്ക്ക് പ്രൊമോഷനാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇത് റിലീസ് ചെയ്യുമ്പോൾ ഞാൻ അടക്കമുള്ളവർ ആദ്യം തന്നെ കയറി കാണും. ഓക്കെ, ആദ്യം തന്നെ പോയി കാണും. ഓക്കെ, സോ എൻഡ് ഓഫ് ദ ഡേ എനി കൈൻഡ് ഓഫ് കോൺട്രവേഴ്സീസ് ഈസ് എ പ്രൊമോഷൻ ഫോർ എ മൂവി. അങ്ങനെയാണ്, ഇറ്റ്സ് എ പ്യുവർ ബിസിനസ്. അതാണ് കാരണം, ഈഗർനെസ്, ആളുകളുടെ ക്യൂരിയോസിറ്റി കൂടുകയാണ് അല്ലേ? ആണ് ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഞാനാണെങ്കിലും അത്ര ക്യൂരിയസ് ആയിട്ട് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ച് പോയിട്ട് കാണാൻ ഉദ്ദേശിച്ച പടമൊന്നുമില്ല. പക്ഷേ ഇപ്പം എനിക്ക് കണ്ടേ പറ്റുന്നുള്ള അവസ്ഥയാണ്. ഞാൻ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറോട് തന്നെ ഞാൻ ആ കോളിൽ സംസാരിച്ചപ്പോൾ നിങ്ങളെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് സംസാരിച്ചപ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾ ഷോ വെക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്നോട് ഡെഫിനറ്റ്ലി പറയണേന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ പടത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസ് പൊട്ടുമ്പോൾ ഇതിൽ സംസാരിക്കേണ്ട വേറെ 2 വ്യക്തികളാണ് ലുക്മാൻ അവറാനും സണ്ണി വെയിനും. ലുക്മാൻ ഇട്ടൊരു പോസ്റ്റാണ്, ഞാൻ അഭിനേതാവായ ടർക്കിഷ് തർക്കം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർഭാഗ്യകരമായ ചർച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടു. 2.5 വർഷം മുമ്പ് ചിത്രീകരണം തുടങ്ങിയ സിനിമയാണ്. റിലീസ് ചെയ്ത ശേഷം തിയേറ്ററിൽ നിന്നും ഈ സിനിമ പിൻവലിച്ചത് നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും കൂട്ടായ തീരുമാനം എന്നാണ് എൻ്റെ അറിവ്. അതിലെ അഭിനേതാവ് എന്ന നിലയിൽ സിനിമ പിൻവലിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഉത്തരവാദപ്പെട്ടവരിൽ നിന്ന് വ്യക്തമായൊരു ഉത്തരം എനിക്ക് കിട്ടിയില്ല. ഞാൻ വിളിച്ചപ്പോൾ എനിക്കും അതൊരു ക്ലാരിറ്റി കിട്ടിയില്ല, ആർക്കും കിട്ടിയിട്ടില്ല, അവർക്ക് കൊടുക്കാനും പറ്റുന്നില്ല. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി എനിക്കോ എൻ്റെ അറിവിലുള്ള ആളുകൾക്കുമോ വന്നതായി അറിവുമില്ല. ലുക്മാന് ഭീഷണിയില്ല. അതുകൊണ്ട് തന്നെ ആ സിനിമയിലെ ഒരു അഭിനേതാവ് എന്നതിനപ്പുറം ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദത്തിന് പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങളുണ്ടെങ്കിൽ അക്കാര്യം അന്വേഷിക്കപ്പെടണമെന്ന് തന്നെയാണ് നിലപാട്. ഓക്കെ, ഇതാണ് ലുക്മാൻ്റെ പോസ്റ്റ്. ഇനി സണ്ണി വെയിൻ, ചെറിയ വേഷത്തിലാണെങ്കിലും ഞാനും കൂടെ ഭാഗമായ ടർക്കിഷ് തർക്കം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഭീഷണിയും എനിക്ക് ഞാൻ നേരിട്ടിട്ടില്ല. സിനിമ പിൻവലിക്കുന്നതുമായ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ നിർമ്മാതാവിനോട് തിരക്കിയപ്പോൾ കൃത്യമായൊരു ഉത്തരം എനിക്ക് ലഭിച്ചില്ല. മാത്രവുമല്ല, പിൻവലിച്ച വിവരം ഞാൻ അറിയുന്നത് തന്നെ സോഷ്യൽ മീഡിയയിലൂടെയാണ്. എന്തുകൊണ്ടായാലും ഇത്തരത്തിലുള്ള ദൗർഭാഗ്യപരമായ അവസ്ഥകൾ ഒഴിവാക്കേണ്ടതായിരുന്നു. ഇത് മലയാള സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യുന്നതല്ല, മറിച്ച് ദോഷമേ ഉണ്ടാക്കൂ എന്നുമാണ് എൻ്റെ എളിയ അഭിപ്രായം. ഇതിൻ്റെ മേലുള്ള അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കണമെന്നും മലയാള സിനിമ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ മുകളിൽ ചർച്ചകളൊന്നും ഒഴിവാക്കാൻ പറ്റില്ല മിസ്റ്റർ സണ്ണി വെയിൻ, ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു മതത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റിലൂടെ ഒരു കാര്യം സംസാരിച്ചു പോകുമ്പോൾ അതിന് കുറേ പ്രോസ് ആൻഡ് കോൺസ് പറയാനുണ്ടാവും. ഓക്കെ, ഇതിപ്പോൾ ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ, മെജോറിറ്റി ആളുകളും മൂവി കണ്ട് റിവ്യൂ ഒപ്പീനിയൻ പറയുന്നവരുടെ കൂട്ടത്തിൽ തന്നെ 1-2 പേരുടെ റിവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ, ബാക്കി ആരും പടം കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പടത്തിന് ഇപ്പോൾ കൂടുതലായിട്ട്, അതായത് ഞങ്ങളുടെ പടത്തിൽ ഇങ്ങനെ ഉണ്ടേ എന്ന് ഇവർ തന്നെ വിളിച്ച് പറയുന്ന പോലെ ആയിപ്പോയില്ലേ. ഗോട്ട് മൈ പോയിന്റ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം ആളുകൾക്ക് ക്യൂരിയോസിറ്റി കൂടുകയാണ്. അപ്പം പിന്നെ VT ബലരാമനെ പോലുള്ളവരും ഇല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ ബാക്കി ഇവരോട് ചോദ്യം ചോദിക്കുന്നവരും ചോദിക്കുന്ന ചോദ്യം ഈസ് റൈറ്റ്. അതാണ് ഞാനും ഇയാളോട്, ഈ പ്രൊഡ്യൂസറോട് രണ്ടാമത് വിളിച്ച് ചോദിച്ച ഈ വ്യക്തിയോട്, വാട്ട് ഈസ് ദ പ്രോബ്ലം? അപ്പം പേഴ്സണലി പറയുന്ന കാര്യങ്ങൾ ഫൈൻ, പക്ഷെ അത് ഇവർക്ക് പബ്ലിക്കിനെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. നോ, ഒരിക്കലും പറ്റില്ല. അപ്പം പിന്നെ ചോദ്യം വരും, പിന്നെ എന്തിനാ സിനിമ എടുത്ത്? മനസ്സിലായ? അപ്പം ദിസ് ഈസ് ലൈക്ക് ആ ട്രിക്കി തിങ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ മേ ബി ഇത് പക്ക പ്രമോഷനായിരിക്കാം, ബിക്കോസ് ഈ സിനിമയുടെ തുടക്കത്തിലെ ആ ഒരു ഫൈറ്റ് സാധനം പ്രമോഷന് വേണ്ടി ഇവർ ചെയ്തതാണ്. പക്ഷേ ഇങ്ങനൊരു കോൾ എടുത്തിട്ട് ഇവർ ഇത് പ്രമോഷൻ ചെയ്യുമോ ഇല്ലേ എന്നുള്ളത്
ഐ റിയലി ഡോണ്ട് നോ. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, സിനിമയാണ് ഇവിടെ പ്രൊമോഷൻ എന്തും സംഭവിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏത് രീതിയിലും നമുക്ക് പ്രൊമോഷൻസ് കാണാം. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന മാർക്കോ ഡെബ്സി വരെ എനിക്ക് പ്രൊമോഷൻ എന്നുള്ള തോട്ടിലാണ് ഞാൻ പോകുന്ന ഒരാൾ. ഇതിലൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന ചിത്രം നേരത്തെ തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴേക്കും കഴിഞ്ഞ ഞായറാഴ്ച തന്നെ അതിന്റെ നമ്മൾ മഞ്ഞ കത്തിയതൊക്കെ കണ്ട് അവർ പ്രൊമോഷൻ നടത്തിയതാണ്. ഇതിന്റെ ആദ്യത്തെ PR മാത്രമല്ല, ഈ സിനിമയിലെ PR ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്റെ പേരാണ്. പക്ഷെ ഇതിന്റെ സാധ്യതയായിട്ട്, ഇതിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിർമ്മാതാവ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നില്ല. കാരണം അദ്ദേഹം ഒരു സാമ്പത്തികമായ വിക്രയവും ആ സമയത്ത് എന്നായിട്ട് നടത്തിയിട്ടില്ല. പക്ഷെ ഇതിന് ഒരു ദിവസം മുമ്പ്, ഇന്നലേക്ക് മുമ്പ് എനിക്ക് അദ്ദേഹം വിളിക്കുകയും അദ്ദേഹം ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്, അപ്പൊ കുറച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് എന്നോട് പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് റിലീസ് ആണെങ്കിലും, കാരണം ഈ ഇറങ്ങിയ സമയത്ത് സിനിമ പ്രൊമോഷൻ കൃത്യമായി നടത്താതെ അതൊരു മറ്റൊരു മാർക്കറ്റിംഗ് ഏജൻസിയെ ഏൽപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് ആരെ ഏൽപ്പിച്ചാലും ഇത് അത്രത്തോളം ഇതാവത്തില്ല. ഇനി ഞാൻ കൂടി ഇതിനകത്ത് വന്നിട്ട് വേറെ എന്തെങ്കിലും രീതിയിലും ചെയ്യാൻ വേണ്ടി ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, എത്ര രൂപയാണ് പ്രതീക്ഷിന് വേണ്ടത് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നലെ പ്രസ് മീറ്റിൽ ഇവർ ഒരു പ്രസ് മീറ്റ് നടത്തുകയുണ്ടായി. അതിന്റെ താഴെ ഒരു വാർത്താക്കുറിപ്പിൽ എന്റെ പേര് ചേർക്കുകയുണ്ടായി. അപ്പോൾ ഫെഫ്കയിൽ എൻറോൾ ചെയ്തിട്ടുള്ള, മാധ്യമപ്രവർത്തനം കഴിഞ്ഞ് എൻറോൾ ചെയ്തിട്ടുള്ള ഒരു PRO ആണ് ഞാൻ. അപ്പം ഈ വാർത്താക്കുറിപ്പ് ഞാൻ നൽകിയിട്ടില്ല. അപ്പൊ എന്റെ പേര് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റായ രീതിയാണ്. ഈ വാർത്താക്കുറിപ്പ് ഞാനല്ല തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ സിനിമകളുടെയും വാർത്താക്കുറിപ്പും അല്ലെങ്കിൽ പത്രസമ്മേളനത്തിന് കൊടുക്കുന്ന സംഭവവും തയ്യാറാക്കി കൊടുക്കുന്നത് PRO തന്നെയാണ്, ഞാൻ തന്നെയാണ്. പക്ഷെ ഇന്നലെ ഈ പടത്തിന്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരു പ്രസ് മീറ്റിന്റെ കാര്യമേ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്നലെ ഇതിന്റെ മാർക്കറ്റിംഗ് ഏജൻസി നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ രാവിലെ എന്നെ ഫോണിൽ ബന്ധപ്പെടുകയും ഇങ്ങനെ പ്രസ് മീറ്റിന് പ്രതീക്ഷ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ പടവുമായി യാതൊരു കാര്യത്തിലും ഇല്ല എന്നുള്ളതും, ഞാൻ അറിയാതെയാണ് ഇങ്ങനെ ഒരു സംഭവം പുറത്തേക്ക് വന്നിട്ടുള്ളത്, ഇങ്ങനെ ഒരു പത്രക്കുറിപ്പ്. അതിനുശേഷം എനിക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് ഞാൻ പേഴ്സണലി പോലും മെസ്സേജ് അയച്ചൊരു കാര്യമുണ്ട്, ദയവ് ചെയ്ത് ഈ മതനിന്ദ വരുത്തുന്ന ഇത്തരം വാർത്തകൾ കൊടുക്കാതിരിക്കുക. കാരണം ഇതുവരെ ഞാൻ ഏകദേശം സോഷ്യൽ മീഡിയയിൽ 24 മണിക്കൂർ ഇരുന്ന് സെർച്ച് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പല കാര്യങ്ങളും സിനിമയുടെ നല്ലതും ചീത്തയും ആരെങ്കിലും എന്തോ പറഞ്ഞറിയാൻ വേണ്ടി. ഈ സിനിമയെ പറ്റി ആരും ഇതുവരെ അതിനൊരു മതനിന്ദ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മതം ഉപയോഗിച്ചു എന്നാണോ പറയുന്നത് പ്രതീക്ഷ? എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഒരു പ്രസ് മീറ്റ് നടത്തിയപ്പോൾ എന്തുകൊണ്ട് വ്യക്തത വരുത്തിയില്ല? ഈ സിനിമയ്ക്ക് മതമില്ല, ഇതൊരു ജാതിയെ തൊട്ടോ ഒരു മതത്തിനെ തൊട്ടോ ഒക്കെ കളിക്കുമ്പോഴേക്കും, കാരണം ഇതൊരു അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുക്കിൽ നിന്ന് ഒരാൾ ഒരു ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റ് എങ്കിലും ഇവർക്ക് കാണിക്കാമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു മതത്തിന്റെ ഏതെങ്കിലും ഒരു സംഘടന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് പറയാൻ വേണം. അതിനാണ് ഒരു പ്രസ് മീറ്റ് വിളിക്കേണ്ടത്. ആ പ്രസ് മീറ്റ് വിളിക്കുമ്പോൾ പോലും ഒരു വ്യക്തത ഇല്ലാതെ എന്തോ എവിടെയോ പറയുന്ന രീതിയിലാണ് ഇത് നടത്തുന്നത്. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, എവിടെ നിന്നാണ് ഈ സിനിമയ്ക്ക് ആക്രമണം? ഗൾഫിൽ നിന്നാണോ ആക്രമണം? അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ആക്രമണം? തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ആക്രമണം? ഇതൊന്നും വ്യക്തമാക്കുന്നില്ല. ചുമ്മാ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം സിനിമയുടെ കണ്ടന്റ് അതിനകത്ത് രീതിയിൽ വർക്കാവാതിരിക്കാം. ഓക്കെ, ഇതില് ഇപ്പൊ ഈ സംസാരിച്ച പ്രതീഷ് ബ്രോ എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അറിയുന്ന ആളാണ്, ഞങ്ങൾ കോൺടാക്റ്റിലുള്ളതാണ്. ഞാൻ ബ്രോനെ ഈ സംഗതി കണ്ടപ്പോഴേ, സ്കീം കണ്ടപ്പോഴേ ചോദിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞു എന്നാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. ഈ സിനിമയുടെ ആദ്യം ആ ഒരു സണ്ണി വെയിനും നമ്മുടെ ലുക്മാനും കൂടി ഉണ്ടായിരുന്ന ഒരു ഫൈറ്റിന്റെ സാധനമൊക്കെ ആളുകളിലേക്ക് ആ ഒരു പ്രൊമോഷൻ സ്കീം എത്തിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞ് അതൊക്കെ ഇങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ഈ പരിപാടി, ഈ മതനിന്ദ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് ഇതൊരു PR ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ വളരെ സീനാവുന്ന പരിപാടിയാണ്. അതാണ് അദ്ദേഹം കൃത്യമായി പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് അഗെയിൻ ഇദ്ദേഹം പറയുന്ന സെയിം കാര്യമാണ്. ഞാൻ വിളിച്ചപ്പോഴും ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ വ്യക്തിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യത്തിലും നമുക്കൊരു കൺവിൻസിങ് ക്ലാരിറ്റി ഇല്ല. ഓക്കെ, കൺവിൻസിങ് ക്ലാരിറ്റി ഇല്ലാതെ മതത്തിൻ്റെ പേരോ മതനിന്ദയോ കാര്യങ്ങളോ, ആ വലിയ വലിയ വാക്കുകളാണ് ഇതൊക്കെ. ഓക്കെ, ഇത് ഭയങ്കര വലിയ വാക്കുകളാണ്. അത് ഭയങ്കരമായിട്ട് ആളുകളെ ചേരി തിരിച്ച് അടിയുണ്ടാക്കുന്ന രീതിയിൽ ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജനം TV അടക്കമുള്ള കുറേ ടീമുകൾ ഇത് എടുത്തിട്ട് ആഘോഷമാക്കിയിട്ടുണ്ട്. സംഘ് ടീമുകളൊക്കെ ഇത് ഭയങ്കരമായിട്ട് ആഘോഷമാക്കും. സോ ഇപ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് സോഷ്യൽ മീഡിയയിൽ പോവുക. അൺടിൽ അൺലെസ് ഈ സിനിമ ഇറങ്ങി പ്രത്യേകിച്ച് ആരും അതിനെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു സംഗതി, അല്ലെങ്കിൽ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറയാം FRK മാത്രമാണ് ഇതിൻ്റെ ആ ഒരു ഓക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ തീവ്ര മതചിന്താഗതിയുള്ളവർക്ക് പൊളിയാം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത പക്ഷെ ആരും അങ്ങനെ അധികം നോക്കിയിട്ടും കൂടി അല്ലെങ്കിൽ കണ്ടിട്ട് പോലും അങ്ങനെ പരാമർശിച്ചു പോകാത്ത, സോഷ്യൽ മീഡിയ ചർച്ചയാവാത്തൊരു സംഗതി. മേ ബി OTTയിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാവാമായിരുന്ന ഒരു കോണ്ടന്റ്. ഓക്കെ, ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അങ്ങനത്തെ ഒരു സാധനം ഇതിപ്പോൾ സിനിമയുടെ ടീം തന്നെ ഞങ്ങളെ പടത്തിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലുള്ള ഒരു സംഗതി ആയിപ്പോയി എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഓക്കെ, FRKയുടെ വ്ളോഗ്, ഞാൻ പറഞ്ഞല്ലോ FRK വ്ളോഗ്സിൻ്റെ റിവ്യൂ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ എനിക്കറിയാവുന്നവരുടെ കൂട്ടത്തിൽ. അപ്പോൾ FRK പറഞ്ഞ കാര്യങ്ങൾ നോക്കാം.
ഇത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള, മലയാളത്തിൽ ഒരിക്കലും ഇതുവരെ കൈകാര്യം ചെയ്ത് കാണാത്ത ടൈപ്പ് ഒരു ജോൺറയിൽ വരുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയുടെ ഡയറക്ടർ കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഡയറക്ടറിൻ്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഡയറക്ടറിൻ്റെ ഒരു റിലീജിയനിൽ ഇപ്പോഴും വണ്ടി കയറാത്ത കുറേ അമ്മാവന്മാർ ഉണ്ട്, മതഭ്രാന്തന്മാർ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിലൂടെ ഡയറക്ടർ, ഇതിൻ്റെ മേക്കേഴ്സ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും അത് ഭയങ്കര ഫോഴ്സ്ഡായി പോയി എന്ന് എനിക്ക് തോന്നി പല കാര്യങ്ങളിലും. ഈവൻ ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഡബ്ബിങ്ങിൽ പോലും അത് നമ്മളിലേക്ക് ഇങ്ങനെയൊക്കെ പറയണം, ഇതൊക്കെ പറയും. കുറേ നാളായി ഞാൻ യുവമാർക്ക് ഓങ്ങി വെച്ചിരിക്കുന്നത്, ഞാനൊരു സിനിമ എടുക്കുമ്പോൾ ഇതെല്ലാം കൂടി അടിച്ച് തരുവടാന്നുള്ള രീതിയിൽ ഒരു സംഭവം ഇതിനകത്തുണ്ട്. ആ പുള്ളിയുടെ ഒരു റിബല്യസ് ഒരു നേച്ചർ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അത് ഇത്തിരി കൂടിപ്പോയോ എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്ക് തോന്നിയത്. കുറച്ച് ഫോസ്റ്റ് എലമെൻറ്റ്സ് ചാടിയൊന്നും എനിക്കറിയാം. ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളം ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിലായിട്ട് കൂടി അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടാവും. ചില വണ്ടി കയറാത്ത കുറേ തന്തവൈബും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക വസ്ത്രങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ആദ്യ സിനിമയിൽ തന്നെ നല്ല കൊട്ടുകൊട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഞാൻ പറയാം, ദിസ് നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ. ഇതൊരു ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു പടമാണ്. 2 പോസിബിലിറ്റി ഞാൻ കാണണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തീരെ ഇഷ്ടപ്പെടില്ല. ഒരു വല്ലാത്ത ടൈപ്പ് ഒരു പടമാണ്. പിന്നെ മതഭ്രാന്തന്മാരായുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കണ്ടുകൂടാതെയാവും ഈ സിനിമ. ട്രാൻസൊക്കെ പോലെ തന്നെ ട്രാൻസ് കണ്ടു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്കും ശരിക്കും പൊളിയും. അതുപോലെ ഈ സിനിമ കണ്ട ഒരു കമ്മ്യൂണിറ്റിയിലെ കുറേ മതഭ്രാന്തന്മാർക്ക് ശരിക്കും വട്ടം പൊളിയും. അതിനുള്ള സാധനം ഡയറക്ടർ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. FRK വളരെ വളരെ എന്താ പറയുക, ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഇരുന്ന് കാണുന്നപ്പോൾ ഞാൻ ഒരു സിനിമ ഇറങ്ങി എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരൊക്കെ എന്ത് പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുമല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഒന്ന് FRK ആണ്. അപ്പോൾ FRKയുടെ ഈ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി സംതിങ് ദെയർ. പക്ഷെ അത് വിസിബിളി പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആയിട്ടുമില്ല, സോഷ്യൽ മീഡിയയിൽ ഒരു പൊട്ടിത്തെറി നടന്നിട്ടുമില്ല. പക്ഷേ ഈ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും എവിടെയോ നിന്ന് കുറേ കുത്തുകൾ കിട്ടി. അതാണ് അവരുടെ വേർഷൻ. അവരത് സിനിമയിൽ അഭിനയിച്ചവരോടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ചോദിക്കുന്നവരോടും പറയുന്നില്ല, പത്രസമ്മേളനത്തിലും പറയുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു പേഴ്സണൽ കോളിൽ ചോദിച്ചപ്പോഴടക്കം സംതിങ് ദിസ് ഓക്കെ. പക്ഷെ അതും കൺവിൻസിങ് ആയിട്ടൊരു പടം, ഇത്ര പൈസ മുടക്കിയൊരു പടം തിയേറ്ററിൽ നിന്ന് പുൾ ചെയ്യാൻ മാത്രമുള്ള ഒരു അത്, അല്ലെങ്കിൽ ഇത് പേടിച്ചിട്ടാണ്. FRK പറയുന്ന പോലെ ഇത് എങ്ങാൻ ചർച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാളെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും എന്നുള്ള പേടി കൊണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ സിനിമ എടുക്കരുത്. ദാറ്റ്സ് മൈ ഫൈനൽ തിങ്. ലൈക്ക് നമ്മളൊരു സാധനം എടുക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായി അറിയണമല്ലോ. അപ്പോൾ ഞാനൊരു സിനിമ എടുക്കുന്നു, അതിൻ്റെ കോർ കോണ്ടൻറ്റ് ഇതാണ്, ഇതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. ഞാൻ നാളെ എടുക്കുന്ന പടം വേറെ രീതിയിലൊക്കെ പോവാം. ഇപ്പോൾ മേ ബി ഇവർ തിങ്ക് ചെയ്ത് കാണും ചിലപ്പോൾ ഇതൊരു കേരള സ്റ്റോറി പറഞ്ഞ പോലെ ഇതൊരു പ്രൊപ്പഗണ്ട മൂവി ആയിട്ട് കണ്ടാലോ, അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കണ്ടാലോ എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കാം. ഫോർ വാട്ട് എവർ റീസൺ ഒരു പ്രോപ്പർ പിച്ചിങ് ഇല്ലാതെ, ഒരു പ്രോപ്പർ അഡ്രസ്സിങ് ഇല്ലാതെ, ഒരു പ്രോപ്പറായിട്ട് ആളുകളെ കൺവിൻസ് ചെയ്യാതെ നിങ്ങളുടെ തന്നെ സ്വന്തം പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് എന്തും ചെയ്യാം അത്. ബട്ട് ആളുകളിൽ നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ കറക്റ്റ് കൊടുക്കുക എന്നുള്ളത് ദാറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. അത് കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് പ്രൊമോഷനായിട്ടേ ആളുകൾ കാണും. ഞാൻ അങ്ങനെ കാണും, എനിക്കങ്ങനെ കാണാൻ പറ്റൂ. ബിക്കോസ് കാരണം ക്യൂരിയോസിറ്റി കൂടിയാണ് ആളുകൾക്ക് പണം കാണാൻ. ഇത് റിലീസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പറയല്ലോ, 10 പേര് ടിക്കറ്റ് ഇല്ലാത്തടത്ത് ഇനി 100 പേര് ടിക്കറ്റ് കയറും. ദാറ്റ്സ് ഓബ്വിയസ്. സോ അതാണ് ടർക്കിഷ് തർക്കത്തിൻ്റെ ഇപ്പം നടക്കുന്ന വിഷയങ്ങൾ. സോ മോസ്റ്റ് പ്രോബബ്ലി ഞാനും ചോദിച്ചിട്ടുണ്ട് എൻ്റെ പ്രൊഡ്യൂസറോട് എപ്പോഴാണ് റിലീസ് ചെയ്യുക എന്നുള്ളത്. റിലീസ് ചെയ്താൽ ഡെഫിനറ്റ്ലി എന്തായാലും കയറി കാണണേ. കാരണം ഇതിങ്ങനെ തർക്കമായ സ്ഥിതിക്ക് പറയണമല്ലോ എന്താണ് വിഷയം എന്നുള്ളത് ഇതിനകത്ത്. അറിയാലോ, നമുക്ക് പൊതുവേ മതങ്ങൾ തീരെ മതവും ദൈവമൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പം അങ്ങനെ മതത്തിനെതിരെയും ദൈവങ്ങൾക്കെതിരെയും കൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും അറിയണമല്ലോ. ആ ഒരു ക്യൂരിയോസിറ്റിയാണ് എനിക്ക് പേഴ്സണലി. പിന്നെ ചിലർക്ക് കാണും, നമ്മളെ മതത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ നമുക്ക് നോക്കണമല്ലോ എന്നുള്ളതും അതും ചിന്തിക്കുന്നവർ കാണും. സോ എന്താണെങ്കിൽ എല്ലാവരുടെ ഇടയിലും ഇപ്പോൾ ഇതൊരു ചർച്ചയായിട്ടുണ്ട് സാധനം.